ഹായ് നമസ്തേ നമസ്കാരം. നമ്മുടെ ചൂടിനെ ഒന്ന് തണുപ്പിക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയായ ഒരു ഈസി ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ് അമ്മ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ആ സ്പെഷ്യൽ റെഡ് ബട്ടൺ പോയി ക്ലിക്ക് ചെയ്യുക, നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം തന്നെ അതിൻ്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് വരുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇന്നത്തെ ഈ ഫ്രൂട്ട് സാലഡിൻ്റെ ഈസി ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഒപ്പം തന്നെ നമ്മുടെ പഴയ വീഡിയോസ് എല്ലാം നിങ്ങളെടുത്ത് കാണുക. ഇഷ്ടപ്പെട്ട വീഡിയോസിൻ്റെ താഴെ തന്നെ കമൻസും ഫീഡ്ബാക്കും എല്ലാം ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. അപ്പോൾ അമ്മയുടെ വളരെ ചിൽഡ് ആയിട്ടുള്ള ഒരു സാഗോ ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പി കണ്ടിട്ട് വരാം. ഒരു പാനിലോട്ട് ഒരു 2 ഗ്ലാസ് ഫ്രഷ് മിൽക്ക്, അതായത് ഫുൾ ക്രീം മിൽക്കാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി നമുക്ക് ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ അടിക്ക് പിടിക്കാതെ ഒന്നങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു നുള്ള് ഉപ്പും കൂടി ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്നും കൂടി തിളച്ചോട്ടെ. ഇത്രയും മതി. ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. പാൽ ഇനി ഒന്ന് ആറി വരണം. ഫ്ലെയിം ഓഫ് ആക്കിയാലും ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. പാലൊന്ന് ആറിക്കഴിഞ്ഞാൽ അതിലോട്ട് 1/4 കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി ചേർത്താലും മതി കേട്ടോ. ഇതിനി ഒരു ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാനായിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കാം. ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് 1 കപ്പ് ചവ്വേരി അല്ലെങ്കിൽ സാഗോ റൈസ്, അത് കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം. ചവ്വേരിയൊക്കെ ഒന്ന് വെന്ത് നല്ല ട്രാൻസ്പെറൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് കോരി തണുത്ത വെള്ളത്തിലേക്ക് തന്നെ ഇടണം. അതായത് കൂടുതൽ വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ബൗളിലേക്ക് 1/4 കപ്പ് സബ്ജ സീഡ്സ് കുതിർത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ചവ്വേരി വേവിച്ചതും കൂടി അതിലേക്ക് ചേർക്കാം. ഫ്രിഡ്ജിൽ നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന പാലും ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെയാകാം വാനില എസൻസും കൂടി ചേർക്കാം. കൂടാതെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കണം. ഇത് ഒരു 4-5 ബദാമാണ്, അത് കട്ട് ചെയ്തതാണ്. ടൂട്ടി ഫ്രൂട്ടി 1 ടേബിൾ സ്പൂണ്, വാൽനട്ട് 1 ടേബിൾ സ്പൂണ്, പിസ്ത കട്ട് ചെയ്തതാണ് 1 ടേബിൾ സ്പൂണ്, ഡേറ്റ്സ് ഒരു 5 എണ്ണം ചോപ്പ് ചെയ്തതാണ്. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്നായിട്ട് ബൗളിലേക്ക് നമുക്ക് ചേർക്കാം. ഇത് സീഡ്ലെസ് ഗ്രേപ്സ് ആണ്, കട്ട് ചെയ്തതാണ്, അതും ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. കറുത്ത മുന്തിരി ഒരു 1/4 കപ്പ് കുരു മാറ്റിയതാണ്, അതും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം നുറുക്കിയത് ഒരു 1/4 കപ്പ്, അതും ചേർക്കാം. എല്ലാം 1/4 കപ്പ് വീതമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഫ്രൂട്ട്സ്. പിന്നെ റെഡ് ആപ്പിൾ, അതും തൊലി കളഞ്ഞ് കട്ട് ചെയ്തത് 1/4 കപ്പ്. ഇപ്പോൾ മാംഗോയുടെ സീസൺ ആണല്ലോ, അതുകൊണ്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്താണ്, അതും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഒരു സെമി തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. തീരെ വെള്ളമല്ല എന്നാൽ തീരെ കട്ടിയുമല്ല. സമ്മറിലേക്കൊക്കെ പറ്റിയ ഒരു ഡെസേർട്ടാണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. സെൻറ്ററിലായിട്ട് വേണമെങ്കിൽ നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു പുതിനയുടെ ലീഫും ഒരു ചെറിയൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ നല്ല ചിൽഡാക്കി എടുക്കണം. 1-2 മണിക്കൂർ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം, പക്ഷേ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടുണ്ട് ഫ്രിഡ്ജിലിരുന്നപ്പം. ഞാനിപ്പോൾ ഇത് നല്ല ഐസിൻ്റെ ഒരു ബൗളിൽ തന്നെയാണ് സെർവ് ചെയ്തെടുക്കുന്നത്, ഐസ് ബൗള്. അപ്പം നല്ല ചിൽഡായിട്ട് തന്നെ നമുക്കിത് കഴിക്കാം. പക്ഷെ പെട്ടെന്ന് തന്നെ കഴിക്കണം ഐസ് ബൗളാകുമ്പം. അപ്പം ഞാനിത് അതിലേക്ക് ഒന്ന് സെർവ് ചെയ്തെടുക്കുകയാണ്, ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട്. ഇതാ കണ്ടില്ലേ, നമുക്ക് ചൂട് സമയത്തേക്ക് പറ്റിയ ഒരു ഡെസേർട്ടാണ്. ഡെസേർട്ടെന്നോ ഡ്രിങ്കെന്നോ ഒക്കെ ഇതിനെ വേണേൽ പറയാം. കുറച്ചൊരു സെമി തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണല്ലോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് എഴുതാനും മറക്കണ്ട. അപ്പോൾ കറി വിത്ത് അമ്മ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല ഈ റെസിപ്പീസ് എല്ലാം നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. ഈ പറഞ്ഞ അതേപോലെ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻസ് ഞങ്ങൾക്കൊരു ഫീഡ്ബാക്കായി തരണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ടാറ്റ, ബൈ.